ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഗ്നോയുടെ കോൺവെക്കേഷന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഇഗ്നോയുടെ കോൺവെക്കേഷന് ഒരു 3 ദിവസം മുമ്പാണ് എനിക്ക് മെയിൽ വന്നത്. മെയിലിനകത്ത് ഒരു ലിസ്റ്റായിട്ടാണ് വന്നത്. ആ ലിസ്റ്റിനകത്ത് രജിസ്റ്റർ നമ്പറും പേരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോയുടെ കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിംഗ് ഒക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസം ആകുമ്പോഴോ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മെയിൽ, അതായത് കോൺവെക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കാണും. ഒരു മെയിൽ വരും. അപ്പോൾ ആ മെയിൽ നമ്മൾ ശ്രദ്ധിക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് 7 മണിക്ക് അവിടെ ഈ പ്രോഗ്രാം നടത്തുന്ന ഓഡിറ്റോറിയത്തിൽ 7 മണിയാകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലണമെന്നായിരുന്നു. അപ്പോൾ 7 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് നമ്മളെല്ലാവരും ചെല്ലണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ 7 മണിയായപ്പോൾ തന്നെ ചെന്നു. പിന്നെ 9 മണിക്കായിരുന്നു നമുക്ക് പ്രോഗ്രാം തുടങ്ങുന്നതെന്ന് മെയിലിനകത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് 9 മണിക്ക് തന്നെയാണ് നമുക്ക് തുടങ്ങിയത്. പക്ഷേ കുറച്ച് ടൈം എടുത്തായിരുന്നു നമ്മുടെ കേസിൽ. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴേക്കും ID കാർഡ് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ID കാർഡ് കൊണ്ടുപോകണമെന്ന് അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ID കാർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡ് കൊണ്ടുപോകുക. ഒറിജിനൽ ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോവുക. പിന്നെ ഡ്രസ് കോഡിൻ്റെ കാര്യം പറഞ്ഞത് വൈറ്റോ അല്ലെങ്കിൽ ക്രീം കളറോ ഡ്രസ്സ് ഇടണം. അതിലേതെങ്കിലും കളറ് ഡ്രസ്സ് ഇടാമായിരുന്നു. അപ്പം നമ്മൾ പോയപ്പോൾ ഒരു 90% ആൾക്കാരും വൈറ്റും ക്രീമും കളറ് വരുന്ന ഡ്രസ്സ് തന്നെ ഇടാനായിട്ട് ശ്രമിച്ചു. ബാക്കിയുള്ളവർ അവർക്കുള്ള ഡ്രസ്സ് തന്നെ ഇട്ടു, വേറെ കളർ ഇട്ടു. അതിലൊന്നും കുഴപ്പമില്ല. എങ്കിലും നമ്മൾ വൈറ്റും ക്രീമും വരുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടാനായിട്ട് ഫോളോ ചെയ്യുക, ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലെയിൻ വൈറ്റോ പ്ലെയിൻ ക്രീമോ ഇടണമെന്നൊന്നുമല്ല. വൈറ്റും ക്രീമും വരുന്ന രീതിയിലുള്ള ഏത് ഡ്രസ്സ് അവർ പറഞ്ഞിരിക്കുന്ന ഡ്രസ്സ് ഇടാം. നമുക്ക് ലേഡീസിന് എനിക്ക് തോന്നുന്നു സൽവാർ ആയിരുന്നു അവർ പറഞ്ഞതെന്നാണ് തോന്നുന്നത്. അപ്പം അവർ പറയുന്ന ആ രീതിയിലുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ 7 മണിക്ക് തന്നെ പോവുക. കാരണം 7 മണിക്ക് അവിടെ രജിസ്ട്രേഷനുണ്ട്. അപ്പം ഓരോ കോഴ്സുകാർക്ക് ഓരോ കൗണ്ടേഴ്സ് കാണും. ആ കൗണ്ടറിൽ പോയി വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് അവർ 7 മണിക്ക് ചെല്ലാൻ പറയുന്നത്. കാരണം ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പോകുമ്പോൾ ID കാർഡ് നമ്മൾ ഉറപ്പായിട്ട് കൊണ്ടുപോകാൻ മറക്കരുത്. ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ രജിസ്റ്റർ ചെയ്യിപ്പിക്കത്തുള്ളൂ. ID കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടാണ്. അപ്പോൾ ID കാർഡ് കൊണ്ടുപോയാലേ രജിസ്ട്രേഷൻ അവിടെ നടക്കത്തുള്ളൂ. പിന്നെ അവിടെ നമ്മുടെ കൂടെ വരുന്ന പേരൻസിനൊക്കെ നമ്മുടെ കൂടെ വരാം. പക്ഷേ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നമ്മളെ മാത്രമേ കയറ്റത്തുള്ളൂ. പേരൻസിനെയൊക്കെ സെപ്പറേറ്റ് വേറൊരു ഓഡിറ്റോറിയത്തിലായിരിക്കും അവരെ ഇരുത്തുന്നത്. അവിടെ ഒരു TV കാണും. ആ TVയിലൂടെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതൊക്കെ അവർക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വീഡിയോഗ്രാഫർ ഫോട്ടോ എടുക്കാനായിട്ട് ആൾ കാണും. അപ്പം നമുക്ക് നമ്മുടെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ കോൺവെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് അവർ നമുക്ക് ഫോട്ടോ നമുക്ക് അയച്ചു തരികയും ചെയ്യും. നമുക്ക് വീട്ടിലെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരും. അതിനൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ഫോട്ടോ വേണ്ടവർക്ക് വേണ്ട, ഒന്നും നമ്മൾ ചെയ്യേണ്ട. അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു 12 മണിയാകുമ്പോൾ ഒരു സ്നാക്സ് തരും. ഇറങ്ങാറാകുമ്പോഴേക്കും സ്നാക്സ് തരും. ഒരു ബോക്സിൽ സ്നാക്സ് നമുക്ക് തരും. പിന്നെ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴേക്കും കോൺവെക്കേഷൻ എൻഡ് ചെയ്യും. അങ്ങനെ ഒത്തിരി ടൈമൊന്നുമില്ല. മാക്സിമം അവരെല്ലാവർക്കും സർട്ടിഫിക്കറ്റ് സ്പീഡിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഇതാണ് കോൺവെക്കേഷനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പറയുന്ന ടൈമിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡ്രസ് കോഡിൽ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട, നമുക്ക് ഉള്ളത് ഇടാം. പിന്നെ പോകുമ്പോൾ എല്ലാവരും ID കാർഡ് കൊണ്ടുപോകാനായിട്ട് മറക്കുകയേ ചെയ്യില്ല. ഇല്ലാത്തവർ റീജിയണൽ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് എടുക്കുക. പിന്നെ അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് സ്കാർഫ് കിട്ടും. 200 രൂപ നമ്മൾ അതിന് വേണ്ടി പേ ചെയ്യേണ്ടി വരും. അത് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അപ്പോൾ അതിനൊക്കെ കൂടിയാണ് നമ്മളോട് 7 മണിക്ക് ചെല്ലാനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന ടൈമിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് കോൺവെക്കേഷന് നടക്കുന്ന കാര്യങ്ങൾ. ഇതിലല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതായിരിക്കും സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കോൺവെക്കേഷൻ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇത്രയാണ് ഉള്ള പ്രോസസ്സും കാര്യങ്ങളും. അപ്പോൾ പോകുമ്പോൾ നമ്മൾ 7 മണിക്ക് തന്നെ പോകാൻ അവർ പറയുന്ന ടൈമിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ID കാർഡ് ഉറപ്പായിട്ടും കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കത്തില്ല, നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടത്തില്ല. ID കാർഡാണ് അവിടെ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക.